ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ ഏതാനും വചനങ്ങളുടെ വെളിച്ചത്തിൽ നമ്മളിന്ന് ചിന്തിക്കുന്ന വിഷയം വിവരദോഷികൾ വരുത്തുന്നത് വൻ വിനയാണ്. നമുക്ക് വേണമെങ്കിൽ ജ്ഞാനമുള്ളവരാകാം, വേണമെങ്കിൽ വിവരദോഷികളാകാം. വിവരദോഷികളെ പോലെ നമുക്ക് പെരുമാറാം. അങ്ങനെയുള്ളവരെക്കുറിച്ച് വചനം സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. വചനം പറയുന്നു, ഭോഷൻ ഈയത്തേക്കാൾ ഭാരമുള്ള വ്യക്തിയാണ്. ഈയം, ലെഡ്, അത് നല്ല വെയിറ്റുള്ള സാധനമാണ്. ഭോഷന്റെ കാര്യം പറഞ്ഞിരിക്കുകയാണ്. ഇതിനേക്കാൾ വെയിറ്റുള്ള ഒന്നായിട്ട് പറയാൻ പറ്റും ഭോഷനെ കുറിച്ച്. അപ്പോൾ നമ്മൾ ഭോഷനായിട്ട് ജീവിക്കുന്നെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾക്ക്, കുടുംബത്തിന് നാം എത്ര ഭാരമായി മാറും എന്നുള്ളത് കർത്താവിൻ്റെ ചില വചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കാൻ. നമുക്ക് ഏതാനും വചനഭാഗങ്ങളിലൂടെ കടന്നു പോകാം. സുഭാഷിതങ്ങൾ 17:25 ഈ വചനത്തെ ആസ്പദമാക്കിയാണ് ചില കാര്യങ്ങൾ നമ്മൾ വിചിന്തനം ചെയ്യുന്നത്. മൂഢനായ പുത്രൻ പിതാവിന് ദുഃഖവും അമ്മയ്ക്ക് കയ്പുമാണ്. പുത്രനാണേലും പുത്രിയാണേലും അവര് വിവരദോഷികളാണെങ്കിൽ ആ മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്ന കാര്യം ദുഃഖവും കയ്പും അവർ സമ്മാനിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാതാപിതാക്കൾക്ക് എനിക്കറിയാം, ഒരു സ്ത്രീ, അവർക്ക് മക്കളില്ലായിരുന്നു, കല്യാണം കഴിഞ്ഞ് കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടും മക്കളില്ലാത്തതിൻ്റെ ഒരു ദുഃഖഭാരം. പക്ഷെ അവർ പ്രാർത്ഥനയ്ക്ക് വന്ന പ്രാർത്ഥന കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് അവർ ഒരു തീരുമാനം എടുത്തു, മക്കളില്ലേലും കുഴപ്പമില്ല, മക്കളുണ്ടായെന്ന് വിചാരിച്ച് എൻ്റെ പ്രശ്നം തീരണമെന്നില്ല. എൻ്റെ കാരണം ഇതിനിടയ്ക്ക് അവർ വേറെ 2 പേരുമായിട്ട് സംസാരിക്കാൻ ഇടവന്നപ്പോൾ അവർ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുന്നത് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. അവർക്കൊരു മാനസാന്തരം വരാൻ. അതിലൊരാൾ പറഞ്ഞത്, ഒന്നുകിൽ എൻ്റെ മകനൊരു മാറ്റം വരണം, അല്ലെങ്കിൽ അവൻ മരിച്ചു പോക്കോട്ടെ. അത്രമാത്രം വേദന, കയ്പ് ഈ മാതാപിതാക്കൾക്ക് നൽകിയത് കൊണ്ടല്ലേ അങ്ങനെ ഒരു സംസാരം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പ്രഭാഷകൻ 14:20 വചനം. പ്രഭാഷകൻ 14:20 പറഞ്ഞിരിക്കുന്നത്, ജ്ഞാനത്തിൽ മനസ്സുറപ്പിച്ച് ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്നവർ അനുഗ്രഹീതർ. മക്കൾ കുടുംബത്തിന് അനുഗ്രഹമായി മാറുന്നത്, മക്കൾ മാതാപിതാക്കൾക്ക് അനുഗ്രഹമായി മാറുന്നത് എപ്പോഴാണ്? അവർ ജ്ഞാനികളായി മാറുമ്പോൾ, ബുദ്ധിപൂർവ്വം ചിന്തിച്ച് അതനുസരിച്ച് ജീവിക്കുമ്പോൾ. ഇതൊന്നുമില്ലാതെ തോന്നിയാസം ജീവിക്കുന്നവര്, വിവരദോഷികളായിട്ട് ജീവിക്കുന്നവര് ആ കുടുംബത്തിന് എത്ര വലിയ ഭാരമായി മാറും എന്നുള്ളത് ഈ വചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുക. അപ്പോൾ ആദ്യമായിട്ട് ആരൊക്കെയാണ് വിവരദോഷികൾ എന്ന് വചനം പഠിപ്പിക്കുക, അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ വിവരദോഷികളാക്കി മാറ്റുന്നു. ഒന്നാമത്തെ കാര്യം, സങ്കീർത്തനം 14:1 വായിച്ചാൽ, ദൈവമില്ല എന്ന് പറയുന്നവർ വിവരദോഷികളാണ്. മൂഢനാണ് പറയുന്നത് ദൈവമില്ലെന്ന്. അറിവ് സമ്പാദിച്ച വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ അംഗീകരിക്കും, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന വ്യക്തികളായിട്ട് അവർ മാറും. ജെറമിയ 10:7 വചനം അവിടെ പറഞ്ഞിട്ടുണ്ട്, ദൈവഭയമില്ലാത്തവർ മൂഢരും വിഡ്ഢികളുമാണ്. ദൈവമില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ഗൗരവമുള്ള ഒരു കാര്യമാണ് ദൈവഭയമില്ലാതെ ജീവിക്കുന്നവർ. ഇന്ന് ദൈവത്തിനെതിരെ അതുപോലെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തികൾ, ദൈവഭയമുള്ളവർക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല. ദൈവഭയമില്ലാത്തവര് മൂഢരും വിഡ്ഢികളുമാണെന്ന് പ്രഭാഷകൻ 25:2 വചനം ഒരു ഗണം ആളുകളെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. മൂഢരായ വൃദ്ധ വ്യഭിചാരികൾ. വൃദ്ധരായി, എന്നിട്ടും വ്യഭിചാര ചിന്ത മാറിയിട്ടില്ല, ജഡിക ചിന്ത അവരെ വിട്ടുപോയിട്ടില്ല, ഒരു ദൈവിക ചിന്ത അവരുടെ മനസ്സിൽ നിറഞ്ഞിട്ടില്ല. ഇപ്പോഴും വൃദ്ധരായിട്ടും അവർക്ക് ആകെപ്പാടെയുള്ള മോഹവും ചിന്തകളും ഒക്കെ വ്യഭിചാര ചിന്ത. അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവർ മൂഢരാണ്, വിഡ്ഢികളാണ്, വിവരദോഷികളാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രായത്തിലും ആ ഒരു ചിന്തയാൽ അവർ ഭരിക്കപ്പെടുന്നത്. സുഭാഷിതങ്ങൾ 6:32 വായിച്ചാൽ, വ്യഭിചാരം ചെയ്യുന്നവർക്ക് സുബോധമില്ല. വൃദ്ധരാകണമെന്ന് പോലുമില്ല, വ്യഭിചാരം ചെയ്യുന്നവർക്ക് സുബോധമില്ല, അവര് വിഡ്ഢികളാണ് എന്ന് വചനം ഓർമ്മിപ്പിക്കാൻ. സുഭാഷിതങ്ങൾ 7:16 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുകയാണ്, ഒരു സ്ത്രീ സൂചിപ്പിച്ച കാര്യം, എൻ്റെ ഭർത്താവ് വീട്ടിലില്ല, ദൂരെ എങ്ങാണ്ട് പോയിരിക്കുക, ഇഷ്ടംപോലെ കാശ് കൊടുത്തോണ്ടാണ് പോയിരിക്കുന്നത്, ഉടനെ ഒന്നും തിരിച്ചു വരത്തില്ല, അതുകൊണ്ട് വരിക, നമുക്ക് ആവോളം ഇഷ്ടം പോലെ സമയമുണ്ട്, നമുക്ക് ആ സുഖം നുകരാം. അത് വ്യഭിചാരമല്ലേ? വ്യഭിചാര സുഖമല്ലേ? സുഖം നുകരാം എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഇനി ആ വിളി കേട്ടോണ്ട് പോകുന്നവരുടെ കാര്യം കർത്താവിൻ്റെ വചനം നിങ്ങൾ സുഭാഷിതങ്ങൾ 7:16 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, കാള കശാപ്പ് ശാലയിലേക്ക് നയിക്കപ്പെടുന്നത് പോലെയാണ് ആ വ്യക്തി പോവുക. അതുപോലെ തന്നെ പക്ഷി കെണിയിലേക്ക് എന്നതുപോലെ അവർ കുടുങ്ങിയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരെങ്കിലും ഇങ്ങനെയുള്ള മോഹന വാഗ്ദാനങ്ങളൊക്കെ ആയിട്ട് വന്നാൽ അതിനകത്ത് പെട്ടുപോകരുത്, അതൊരു കെണിയാണ് എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. സങ്കീർത്തനം 53:1 വചനം പറയുന്നുണ്ട്, മ്ലേച്ഛതകളിൽ മുഴുകുന്നവർ വിവരദോഷികളാണ്. ചിലരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പോണോഗ്രഫി അങ്ങനെയുള്ള കാര്യങ്ങൾ അഡിക്ഷനാണ്. ഇനി അത് രാവെന്നോ പകലെന്നോ ഇല്ലാതെ അതിന് സമയമോ കാലങ്ങളോ ഒന്നുമില്ല, അങ്ങനെയുള്ള കാര്യങ്ങളിൽ മുഴുകുന്നവർ അവര് വിവരദോഷികളാണ് എന്ന് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. തീത്തോസ് 3 വചനം പറയാണ്, മോഹങ്ങളിലും സുഖേച്ഛകളിലും മുഴുകിക്കഴിയുന്നവർ വിവരദോഷികളാണ്. അതില് ദൈവത്തെ അറിഞ്ഞവരോ ജ്ഞാനികള്
എന്നോ അവരെക്കുറിച്ച് പറയാൻ പറ്റത്തില്ലെന്ന്. രണ്ടാമതായിട്ട് നമ്മൾ വചനം നൽകുന്ന ചില താക്കീത് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. എഫേസസ് 5:17-18 അവിടെ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ ഭോഷന്മാരാകരുത്, ജ്ഞാനികളായിട്ട് മാറണം. ഭോഷന്മാരാകാതെ ദൈവത്തിന്റെ അഭിഷ്ടം എന്തെന്ന് മനസ്സിലാക്കുക. വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്, അതിൽ ദുരാസക്തിയുണ്ട്, മറിച്ച് ആത്മാവിനാൽ പൂരിതരാകുവിൻ. ദൈവമക്കളുടെ ശ്രദ്ധ എവിടെയായിരിക്കണം എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക. പ്രഭാഷകൻ 22:11 അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഭോഷനെ ഓർത്ത് കരയുക, അവന്റെ ബുദ്ധി കെട്ടുപോയി. ഭോഷന്മാരുടെ കാര്യം, അവരെ ഓർത്ത് മറ്റുള്ളവർ കരയാൻ അവന്റെ ബുദ്ധി കെട്ടുപോയി. ഭോഷന്റെ ജീവിതം മരണത്തെക്കാൾ കഷ്ടമാണ്. അപ്പം അവര് അവസ്ഥയിലേക്ക് അധപ്പതിക്കരുത് എന്നുള്ളതല്ലേ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. പ്രഭാഷകൻ 22:14 എടുത്താൽ, ഈയത്തേക്കാൾ ഈയത്തേക്കാൾ ഭാരമുള്ള ഒരു കാര്യത്തെക്കുറിച്ച് അറിയണോ? അതിൻ്റെ പേര് ഭോഷൻ എന്നാണ്. അതാണ് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുക. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, ദൈവം പോലും ജ്ഞാനത്തെ വിലമതിക്കുന്നുണ്ട് എന്ന് വചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ജ്ഞാനസമ്പാദനം, അതാ സുഭാഷിതങ്ങൾ 4:7 വായിച്ചാൽ ജ്ഞാനസമ്പാദനമാണ് സർവപ്രധാനം. ജ്ഞാനം 6:24 വായിച്ചാൽ ജ്ഞാനികളുടെ എണ്ണം വർദ്ധിക്കുമ്പോഴാണ് ലോകം രക്ഷ പ്രാപിക്കുക. പ്രഭാഷകന്റെ പുസ്തകം 37:21 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഒന്നിലും ജ്ഞാനമില്ലാത്ത വ്യക്തിയായി കണ്ടതുകൊണ്ട് ദൈവത്തിന് അവരെ അനുഗ്രഹിക്കാൻ പറ്റിയില്ല. നമ്മൾ ഈ വിവരദോഷികളായിട്ട് ജീവിച്ചാൽ ദൈവത്തിന് നമ്മെ അനുഗ്രഹിക്കാൻ പറ്റത്തില്ല. വേണേൽ നമ്മൾ അത്യാവശ്യം കുറേ പ്രാർത്ഥനകളൊക്കെ ചൊല്ലുന്നുണ്ടായിരിക്കാം, ദൈവാനുഗ്രഹം നമ്മളിലേക്ക് വരത്തില്ലെന്ന്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ജ്ഞാനമുള്ള ദൈവമക്കളാകുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അങ്ങനെയുള്ളവരെ കാണുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം ആനന്ദം കൊള്ളും. സുഭാഷിതങ്ങൾ 23:15 നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ആ ഒരു കാര്യമാണ്. എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ശിരസ് നമിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നാളെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.